ഒരു വൈബ് എന്ന് പറയാൻ പറ്റൂലേ. അത് കണ്ടറിഞ്ഞ് അനുഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടറിഞ്ഞ് അനുഭവിക്കേണ്ട സംഭവം തന്നെയാണ്. രണ്ടുപേരും കൂടിയും മാസാക്കിയേക്കെന്ന് പറഞ്ഞാൽ വേറെ ലെവല് മാസാക്കിയേക്കാണ്. പൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവല് പൊളി, വൻ പൊളി എന്നൊക്കെ പറയില്ലേ, വൻ പൊളി പൊളിച്ചേക്കാണ്. എല്ലാവരും തിയേറ്ററിലൊന്ന് കാണാം. പൊളി എന്ന് പറഞ്ഞാൽ വൻ പൊളി. അയ്യോ ഒന്നും പറയാനില്ല. ലാലേട്ടൻ എക്സ്ട്രീം മാസ് ഫൈറ്റ് നമ്മുടെ പഴയ കൊറേഷൻ്റെ ഇടയ്ക്കുള്ള ഫൈറ്റാണ്. വെരി 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 നൈസ്. ഭയങ്കര എക്സ്പീരിയൻസ് ആണത്. കണ്ട മാത്രമേ മനസ്സിലാവുള്ളൂ. കാണാതിരിക്കുന്നത് തിയേറ്ററിൽ ആരും മിസ് ചെയ്തു തന്നെയാണ് പറയുന്നത്. ഒരുപാട് വിജയ റെഫറൻസുകളും കാര്യങ്ങളും വിജയ റെഫറൻസ് മാത്രമല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് മൂവിയുടെ റെഫറൻസസ് ഉണ്ട്. കുറേ മൂവിയുടെ റെഫറൻസസ് ഉണ്ട്. അത് എന്താണെങ്കിലും അടിപൊളിയാണ്. നന്നായിട്ടുണ്ടായിരുന്നു. അതെന്നെ പറയുന്നത്, നന്നായിട്ടുണ്ടായിരുന്നു. നൈസായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താണെങ്കിലും അത് തിയേറ്ററിൽ തന്നെ കാണുക. കുറേ മൂവീസിൻ്റെ റെഫറൻസസ് ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട മനുഷ്യൻ്റെ പാട്ടുകളിലോടുള്ള ഒരു സ്റ്റണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് തിയേറ്ററിൽ തന്നെ കണ്ടാലാണ് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. അത് തിയേറ്ററിൽ മിസ്സാക്കിയത് മോഹൻലാലിൻ്റെ ആണെങ്കിലും ലാസ്റ്റ് വരുന്ന ഒരു ക്യാമിയോ റോളൊക്കെ ഉണ്ട്. അത് വെറുതെ സ്പോയിലർ ആവും പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് ജനപ്രിയ നായകൻ ദിലീപേട്ടൻ തോളിൽ കയറ്റും. ഒരുപാട് ഹാപ്പിയാണ്, സന്തോഷമാണ്. ഇത്രയും വലിയൊരു കുറവിൽ ഞാനൊരു ഭാഗവതം വന്നതാണ് ഏറ്റവും ഒരു ഭാഗ്യമാണ്. പ്രൊഡ്യൂസർ പോലും അടുത്തിരുന്ന് സംസാരിച്ചു, ദിലീപേട്ടൻ സംസാരിച്ചു. എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ധനഞ്ജയ് ഏട്ടനും മൊത്തം ഞാൻ ഒരുപാട് ഓരോ സീൻ ഒരു മോഹൻലാലിൻ്റെ എൻട്രി ഗംഭീരമാണ്. പക്ഷെ ആ എൻട്രി പോലും ദിലീപിന് കിട്ടിയില്ല. മോഹൻലാലിൻ്റെ ശരിക്കും പറഞ്ഞ പടം മുഴുവൻ മോഹൻലാൽ തൂക്കം നമ്മൾ വിചാരിച്ചു. ഫൈറ്റൊക്കെ സൂപ്പറാ, ഒരു രക്ഷയില്ല. പടം നമ്മൾ ഒരേ ലെവലിൽ കൊണ്ടുപോകും. ഈ പടം തുടങ്ങുന്നത് പറഞ്ഞാൽ നോ ലോജിക്. ആ നോ ലോജിക് ഇല്ലാതെ പടം കാണാൻ പറ്റുന്നവർ മാത്രം കയറിയാൽ മതി. കാരണം അത്രക്കും എന്താ പറയുക, ഒരു എൻ്റർടൈൻമെൻറ്റ്. തെലുങ്ക് ന്യൂസിലെ ഫൈറ്റിലൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ അതൊന്നും പറയാൻ പറ്റില്ല. അത് എല്ലാ കാലവും ഇപ്പോൾ തെലുങ്ക് ഇതൊന്നും പറഞ്ഞാൽ കുടുംബത്തോടെ കണ്ടിരിക്കുകയല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, നല്ലോണം ഇഷ്ടപ്പെട്ടു പടം. എല്ലാവരും അഭിനയവും എല്ലാം നന്നായിട്ടുണ്ട്. ഷോ കഴിഞ്ഞവർ എത്രയും പെട്ടെന്ന് വാഹനങ്ങൾ മാറ്റി കൊടുക്കേണ്ടതാണ്. ഷോ കണ്ടിട്ട് അത് വേറൊരു ഫീലാണ്. പക്ഷേ കാണുമ്പോൾ നമ്മൾ വേറെ ഏതോ സ്ഥലത്ത് നിൽക്കുന്ന ഫീലാണ്. ചേട്ടാ സിനിമയിൽ എല്ലാവരും പറഞ്ഞു ലാലേട്ടൻ്റെ ദിലീപേട്ടൻ്റെ ഒരു പക്ക ഒരു അഴിഞ്ഞാട്ടം കണ്ട ഫീലിംഗാണ്. ഒരുപാട് മാസീനുകൾ, ഒരുപാട് കയ്യടി വീണ മുഹൂർത്തങ്ങളുണ്ട്, ഒരുപാട് കൂരി വീണ മുഹൂർത്തങ്ങൾ. അതിന് എന്താ തിയേറ്ററിൽ പൂർണ്ണമാക്കാനുള്ള എല്ലാ ലെവലുണ്ട്. എങ്ങനെ സ്ക്രീനിലുണ്ടാകുന്ന മൊമെൻ്റ് ഉണ്ടല്ലോ, ഒരു ഫാൻ മൊമെൻ്റ് ഉണ്ടാവുമല്ലോ. എങ്ങനെ ആറ് മൊമെൻറ്റ്സൊക്കെ ആൾക്കാർ പറയട്ടെ, ഞാനൊന്നും പറയാം. ഞാനിൽ തന്നെ ഒന്ന് കാണാൻ നോക്കാം. ഇത് തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ്. ഇഷ്ടപ്പെടുന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഒരു ഫൺ റൈഡ് എന്നുള്ള രീതിയിൽ തന്നെ, അല്ലെങ്കിൽ മാറ്റം എന്നുള്ള